ലക്ഷ്മിക്ക് പ്രായം 26 ആയതേയുള്ളൂ. ഒരു പ്രൈമറി സ്കൂളിലെ അധ്യാപികാ സ്ഥാനത്തേക്കുള്ള ഇന്റർവ്യൂവിനായി പങ്കെടുക്കാൻ അവൾ തയ്യാറെടുക്കുകയാണ്. കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം ഉയർന്ന മാർക്കോടും യോഗ്യതകളോടും കൂടിയവയായിരുന്നുവെങ്കിലും അവളുടെ ജീവിത സാഹചര്യങ്ങൾ അത്ര നല്ലതായിരുന്നില്ല. കുടുംബത്തിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം അവൾക്ക് പുതിയൊരു വസ്ത്രം വാങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. വീട്ടിൽ ആകെയുണ്ടായിരുന്ന അല്പം പഴകിയതും നിറം മങ്ങിയതുമായ ഒരു സാധാരണ കോട്ടൺ സാരിയാണ് അവൾ ധരിച്ചിരുന്നത്. ആ വസ്ത്രം ഇസ്തിരി ഇട്ടിരുന്നുവെങ്കിൽ പോലും അതിന്റെ പഴക്കവും ദാരിദ്ര്യവും വിളിച്ചോതുന്നുണ്ടായിരുന്നു. എങ്കിലും ഉള്ളിൽ നിറഞ്ഞ വലിയൊരു പ്രതീക്ഷയുമായാണ് ലക്ഷ്മി ആ വലിയ സ്കൂളിന്റെ പടവുകൾ കയറിയത്. കയ്യിലെ ഫയൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ പ്രധാന അധ്യാപകന്റെ മുറിക്ക് മുന്നിൽ കാത്തുനിന്നു. വഴിപോക്കരും അവിടെ ഉണ്ടായിരുന്ന മറ്റു ചിലരും അവളുടെ വേഷവിധാനം കണ്ട് നെറ്റിച്ചുളിക്കുന്നുണ്ടായിരുന്നു. ദാരിദ്ര്യം അവളുടെ വസ്ത്രത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവളുടെ കണ്ണുകളിൽ അറിവിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വലിയൊരു തിളക്കമുണ്ടായിരുന്നു. ആ ജോലി തനിക്ക് അത്രമേൽ അനിവാര്യമാണെന്ന് ലക്ഷ്മിക്ക് അറിയാം. അമ്മയുടെ മരുന്നിനും അനിയന്റെ പഠനത്തിനും ഈ ജോലി കൂടിയേ തീരൂ. പ്രാർത്ഥനയോടെ അവൾ തന്റെ ഊഴത്തിനായി കാത്തിരുന്നു. ഇന്റർവ്യൂവിനായി ലക്ഷ്മി പ്രധാന അധ്യാപകന്റെ മുറിയിലേക്ക് പ്രവേശിച്ചു. അവിടെ ഹെഡ് മാസ്റ്റർക്കൊപ്പം മറ്റു ചില മുതിർന്ന അധ്യാപകരും ഇരിപ്പുണ്ട്. ലക്ഷ്മിയുടെ പഴകിയ വസ്ത്രവും വലിപ്പമില്ലാത്ത രൂപവും കണ്ട നിമിഷം തന്നെ അവരുടെ മുഖത്ത് ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. പ്രധാന അധ്യാപകൻ അവളുടെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി നോക്കി. ഉയർന്ന യോഗ്യതകളും മികച്ച മാർക്കും കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടെങ്കിലും അവളുടെ രൂപം അവരിൽ പുച്ഛമാണ് ഉണ്ടാക്കിയത്. ഇത്രയും വലിയ യോഗ്യതയുണ്ടായിട്ടും എന്താ ഒരു നല്ല വസ്ത്രം പോലും ധരിക്കാൻ കാശില്ലേ എന്ന് ഒരു അധ്യാപകൻ പരസ്യമായി ചോദിച്ചു. മറ്റുള്ളവർ അത് കേട്ട് ഉറക്കെ ചിരിച്ചു. ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നെങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ചു. അവളുടെ കഴിവിനെയല്ല, മറിച്ച് അവളുടെ ദാരിദ്ര്യത്തെയാണ് അവർ അവിടെ ചോദ്യം ചെയ്തത്. ഹെഡ് മാസ്റ്റർ ലക്ഷ്മിയെ കൂടുതൽ അപമാനിക്കാനായി ഒരു വഴി കണ്ടെത്തി. നിനക്ക് ഞങ്ങൾ ജോലി തരാം, പക്ഷേ ഇവിടെയുള്ള ഏറ്റവും ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അവളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള വലിയ ക്ലാസുകൾ നൽകാതെ അവളെ താഴ്ത്തിക്കെട്ടാനാണ് അവർ ശ്രമിച്ചത്. എങ്കിലും ലക്ഷ്മി ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചു. മറ്റുള്ളവരുടെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും ലക്ഷ്മിയുടെ മനസ്സിനെ വേദനിപ്പിച്ചെങ്കിലും അവൾ ആ ജോലി സന്തോഷത്തോടെ സ്വീകരിച്ചു. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തെക്കാൾ വലുതായിരുന്നു കുടുംബത്തിന്റെ പട്ടിണി മാറ്റുക എന്നത്. മാസം തോറും കൃത്യമായി ലഭിക്കുന്ന ശമ്പളം അവളുടെ ജീവിതത്തിലെ വലിയൊരു ആശ്വാസമായിരുന്നു. വളരെ ചെറിയ കുട്ടികളുള്ള സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു ചെറിയ ക്ലാസ് മുറിയാണ് അവൾക്ക് നൽകിയത്. എങ്കിലും ലക്ഷ്മി ഒട്ടും നിരാശയായില്ല. അവൾ ആ കുരുന്നുകളെ സ്വന്തം മക്കളെ പോലെ സ്നേഹത്തോടെ പഠിപ്പിച്ചു. അവളുടെ ശാന്തമായ സ്വഭാവവും സ്നേഹനിർഭരമായ പെരുമാറ്റവും കാരണം കുട്ടികൾക്ക് ലക്ഷ്മി ടീച്ചർ പ്രിയപ്പെട്ടവളായി മാറി. എന്നാൽ സ്കൂളിലെ മറ്റ് അധ്യാപകരുടെ പരിഹാസം അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. സ്റ്റാഫ് റൂമിൽ അവൾ കയറുമ്പോൾ അവർ ഒഴിഞ്ഞു മാറി നിൽക്കുകയും അവളുടെ പഴയ വസ്ത്രങ്ങളെ നോക്കി അടക്കം പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. വലിയ പഠിപ്പൊക്കെ ഉണ്ട്, എന്നിട്ടും നടപ്പ് കണ്ടില്ലേ എന്നവർ വീണ്ടും വീണ്ടും പരിഹസിച്ചു. എന്നാൽ ലക്ഷ്മി അവരോടൊന്നും തർക്കിക്കാൻ പോയില്ല. അവൾ തന്റെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എല്ലാ പരിഹാസങ്ങളെയും ഒരു പുഞ്ചിരിയോടെ നേരിട്ടു. ദിവസങ്ങൾ കടന്നുപോയി. സ്കൂളിൽ വാർഷിക പരീക്ഷകൾ നടക്കാൻ പോകുന്ന സമയമായിരുന്നു അത്. പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ അതീവ രഹസ്യമായാണ് ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ സൂക്ഷിച്ചിരുന്നത്. എന്നാൽ ഒരു ദിവസം രാവിലെ സ്കൂളിൽ വലിയൊരു കോലാഹലം ഉണ്ടായി. വരാൻ പോകുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുവെന്ന വാർത്ത പരന്നു. സ്കൂളിന്റെ പേരിന് അതൊരു വലിയ കളങ്കമായി മാറി. മാനേജ്മെന്റും ഹെഡ് മാസ്റ്ററും ഈ വിഷയത്തിൽ കടുത്ത ആശങ്കയിലായി. ചോദ്യപേപ്പർ എങ്ങനെ പുറത്തുപോയി എന്ന് കണ്ടെത്താൻ അവർ അന്വേഷണം തുടങ്ങി. യഥാർത്ഥത്തിൽ ആ സ്കൂളിലെ തന്നെ മറ്റൊരു മുതിർന്ന അധ്യാപകനാണ് പണം വാങ്ങി ചോദ്യപേപ്പർ ചോർത്തിയത്. എന്നാൽ താൻ പിടിക്കപ്പെടും എന്ന് ഭയന്ന് ആ അധ്യാപകൻ അത് മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കി. ലക്ഷ്മിയുടെ ദാരിദ്ര്യവും നിസ്സായ അവസ്ഥയും മുതലെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഹെഡ് മാസ്റ്ററിന്റെ മുറിയിൽ നിന്നും ലക്ഷ്മി ചോദ്യപേപ്പർ എടുക്കുന്നത് കണ്ടു എന്ന് ആ അധ്യാപകൻ കള്ളസാക്ഷി പറഞ്ഞു. പാവപ്പെട്ടവളായ ലക്ഷ്മി പണത്തിനു വേണ്ടി ഇത് ചെയ്താൽ ആരും വിശ്വസിക്കുമെന്ന് അയാൾ കരുതി. ഹെഡ് മാസ്റ്റർ ലക്ഷ്മിയെ തന്റെ മുറിയിലേക്ക് അടിയന്തരമായി വിളിപ്പിച്ചു. അവൾ ചെന്നപ്പോൾ അവിടെ മറ്റ് അധ്യാപകരും വലിയ ഗൗരവത്തിൽ ഇരിപ്പുണ്ട്. നീ പണത്തിനു വേണ്ടി ഞങ്ങളുടെ സ്കൂളിന്റെ പേര് കളഞ്ഞുവല്ലേ എന്ന് ഹെഡ് മാസ്റ്റർ ലക്ഷ്മിയോട് ആക്രോശിച്ചു. ചോദ്യപേപ്പർ ചോർത്തിയത് ലക്ഷ്മിയാണെന്ന് മറ്റൊരു അധ്യാപകൻ തെളിവുകളോടെ തങ്ങളോട് പറഞ്ഞുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ലക്ഷ്മി നെട്ടിപ്പോയി. താൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കുറ്റമാണ് തന്റെ മേൽ ചുമത്തിയിരിക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കി. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല സർ
എന്നവൾ കരഞ്ഞു പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും കാല് പിടിച്ചു. എന്നാൽ അവിടെയുണ്ടായിരുന്ന ആരും അവളുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല. നിന്റെ ദാരിദ്ര്യം മാറ്റാൻ നീ ഈ വഴി തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് അവർ അവളെ വീണ്ടും അപമാനിച്ചു. ലക്ഷ്മിയുടെ കണ്ണീരിന് ആ മുറിയിൽ ഒരു വിലയും ഉണ്ടായിരുന്നില്ല. അവൾ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ അവളുടെ കയ്യിൽ അപ്പോൾ മറ്റ് മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലക്ഷ്മിയുടെ വിശദീകരണങ്ങൾ ഒന്നും കേൾക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായില്ല. ഉടനടി അവളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഹെഡ്മാസ്റ്റർ കൈമാറി. ഇങ്ങനെയുള്ള കള്ളന്മാരെ ഈ സ്കൂളിൽ വെച്ച് പാർപ്പിക്കാൻ കഴിയില്ല, മര്യാദക്ക് ഇറങ്ങിപ്പോകൂ എന്ന് അദ്ദേഹം ആജ്ഞാപിച്ചു. മറ്റധ്യാപകർ അവളെ നോക്കി വെറുപ്പോടെയും പുച്ഛത്തോടെയും സംസാരിച്ചു. ലക്ഷ്മി കരഞ്ഞുകൊണ്ട് തന്റെ ചെറിയ ക്ലാസ് മുറിയിലേക്ക് നടന്നു. അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞു കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. അവർ തങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറുടെ കണ്ണീർ തുടച്ചു കൊടുത്തു. ലക്ഷ്മി തന്റെ ഫയലുകളും സാധനങ്ങളും എടുത്ത് സ്കൂളിന്റെ പടിയിറങ്ങി. ഒരു തെറ്റും ചെയ്യാതെ വലിയൊരു കള്ളക്കേസിൽ കുടുങ്ങി അപമാനിതയായാണ് അവൾ അവിടുന്ന് മടങ്ങിയത്. വഴിയിലൂടെ നടക്കുമ്പോഴും ആളുകൾ അവളെ നോക്കി കുറ്റപ്പെടുത്തുന്നതായി അവൾക്ക് തോന്നി. വീട്ടിലെത്തിയ അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. ഇനി എങ്ങനെ ജീവിക്കും, കുടുംബം എങ്ങനെ നോക്കും എന്നോർത്ത് അവൾ പൂർണ്ണമായും തകർന്നുപോയി. അവളുടെ ജീവിതം വീണ്ടും ഇരുട്ടിലേക്ക് വീണു. ലക്ഷ്മി സ്കൂൾ വിട്ടു പോയെങ്കിലും പരീക്ഷാ വിവാദം അവിടെ അവസാനിച്ചില്ല. മാനേജ്മെന്റ് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് രഹസ്യമായ അന്വേഷണം നടക്കുകയായിരുന്നു. പോലീസ് ചോദ്യപേപ്പർ പ്രിന്റ് ചെയ്ത സ്ഥലത്തെക്കുറിച്ചും പണം കൈമാറിയ രീതികളെക്കുറിച്ചും വിശദമായി അന്വേഷിച്ചു. അന്വേഷണത്തിനൊടുവിൽ യഥാർത്ഥ പ്രതി ലക്ഷ്മിയല്ലെന്നും അവളെ എപ്പോഴും പരിഹസിച്ചിരുന്ന ആ മുതിർന്ന അധ്യാപകനാണെന്നും പോലീസ് കണ്ടെത്തി. ബാങ്ക് അക്കൗണ്ടിലെ വലിയ തുകയുടെ കൈമാറ്റവും ഫോൺ റെക്കോർഡുകളും അയാളുടെ കുറ്റം തെളിയിച്ചു. സത്യം പുറത്തു വന്നതോടെ സ്കൂൾ അധികൃതരും ഹെഡ്മാസ്റ്ററും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ തങ്ങൾ ക്രൂരമായി ചതിക്കുകയായിരുന്നു എന്നവർക്ക് മനസ്സിലായി. ആ അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. സ്കൂളിലെ മറ്റ് അധ്യാപകരും തങ്ങൾ ലക്ഷ്മിയോട് ചെയ്ത ക്രൂരതയോർത്ത് ലജ്ജിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത ലക്ഷ്മിയെ അപമാനിച്ചതിലും ജോലിയിൽ നിന്ന് പുറത്താക്കിയതിലും ഹെഡ്മാസ്റ്റർക്ക് വലിയ കുറ്റബോധം തോന്നി. ലക്ഷ്മിയോട് എങ്ങനെ ക്ഷമ ചോദിക്കുമെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. ലക്ഷ്മിക്ക് സംഭവിച്ച അനീതിക്ക് പരിഹാരം കാണണമെന്ന് മാനേജ്മെന്റ് കർശനമായി നിർദ്ദേശിച്ചു. അവളെ തിരികെ വിളിക്കുക മാത്രമല്ല, സ്കൂളിലെ ഏറ്റവും ഉയർന്ന അധ്യാപിക സ്ഥാനം തന്നെ അവൾക്ക് നൽകാൻ അവർ തീരുമാനിച്ചു. ലക്ഷ്മിയുടെ വീട്ടിലേക്ക് നേരിട്ട് പോയി അവളോട് മാപ്പ് ചോദിക്കാൻ ഹെഡ്മാസ്റ്ററും മറ്റ് പ്രധാന അധ്യാപകരും തീരുമാനിച്ചു. അവർ ലക്ഷ്മി താമസിക്കുന്ന ചെറിയ ഗ്രാമത്തിലെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. വഴിയിലുടനീളം ഹെഡ്മാസ്റ്ററുടെ മനസ്സിൽ അവൾ ധരിച്ചിരുന്ന ആ പഴയ വസ്ത്രവും അവളുടെ നിറഞ്ഞ കണ്ണുകളുമായിരുന്നു. വസ്ത്രത്തിന്റെ ദാരിദ്ര്യം കണ്ട് മനസ്സിന്റെ നന്മ കാണാൻ കഴിയാതെ പോയ തന്റെ അഹങ്കാരത്തെ അദ്ദേഹം സ്വയം ശപിച്ചു. ലക്ഷ്മിയുടെ വീടിന്റെ മുന്നിൽ അവരുടെ വണ്ടികൾ വന്നു നിന്നു. ഓലമേന ആ ചെറിയ വീട് കണ്ടപ്പോൾ തന്നെ അവരുടെ ഉള്ളൊന്നു പിടഞ്ഞു. ഇത്രയും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടിയെയാണ് തങ്ങൾ പണത്തിന്റെ പേരിൽ വീണ്ടും ക്രൂശിച്ചതെന്ന് അവർക്ക് മനസ്സിലായി. ഹെഡ്മാസ്റ്ററും അധ്യാപകരും ലക്ഷ്മിയുടെ വീടിന്റെ ഉമ്മറത്തേക്ക് നടന്നു ചെന്നു. അവിടെ ഒരു പഴയ കസേരയിൽ ഇരിക്കുകയായിരുന്ന ലക്ഷ്മി അവരെ കണ്ട് അത്ഭുതത്തോടെ എഴുന്നേറ്റു. അവളുടെ മുഖത്ത് ഭയവും സങ്കടവും ഒരേപോലെ ഉണ്ടായിരുന്നു. എന്നാൽ ഹെഡ്മാസ്റ്റർ അവളുടെ അരികിലേക്ക് ചെന്ന് കൈകൾ കൂപ്പി കണ്ണീരോടെ സംസാരിക്കാൻ തുടങ്ങി. മോളെ, ഞങ്ങളോട് ക്ഷമിക്കണം. നിന്റെ വസ്ത്രം കണ്ട് നിന്നെ വിലയിരുത്തിയ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് അദ്ദേഹം പറഞ്ഞു. ചോദ്യപേപ്പർ മോഷ്ടിച്ചത് ആരാണെന്ന സത്യം പുറത്തു വന്ന വിവരം അവർ ലക്ഷ്മിയെ അറിയിച്ചു. തങ്ങൾ ചെയ്ത വലിയ തെറ്റിന് പകരമായി അവൾക്ക് സ്കൂളിലെ ഏറ്റവും ഉയർന്ന സീനിയർ ടീച്ചർ പദവി നൽകാൻ വന്നിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. നിയമന ഉത്തരവ് അവളുടെ കൈയിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഹെഡ്മാസ്റ്ററുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. മറ്റധ്യാപകരും തല താഴ്ത്തി നിൽക്കുകയാണ്. ലക്ഷ്മി നിശബ്ദമായി എല്ലാം കേട്ടു നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും കണ്ണുനീർ പൊടിഞ്ഞു. പക്ഷേ ഇത്തവണ അത് സങ്കടത്തിന്റേതല്ലായിരുന്നു, മറിച്ച് നീതി ലഭിച്ചതിന്റെ സന്തോഷമായിരുന്നു. അധ്യാപകരുടെ മാപ്പപേക്ഷ കേട്ട് ലക്ഷ്മി അവരോട് യാതൊരുവിധ ദേഷ്യവും കാണിച്ചില്ല. അവൾ അവരെയെല്ലാം സ്നേഹത്തോടെ വീട്ടിലേക്ക് സ്വീകരിച്ചു. എനിക്ക് നിങ്ങളോട് ഒട്ടും വിരോധമില്ല സർ. എന്റെ നിരപരാധിത്വം തെളിഞ്ഞല്ലോ, അത് മതി എനിക്ക് എന്നവൾ ശാന്തമായി പറഞ്ഞു. അവളുടെ ആ വലിയ മനസ്സ് കണ്ടപ്പോൾ ഹെഡ്മാസ്റ്ററുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ലക്ഷ്മി ആ പുതിയ ജോലി സന്തോഷത്തോടെ സ്വീകരിച്ചു. അടുത്ത ദിവസം അവൾ സ്കൂളിൽ തിരിച്ചെത്തിയപ്പോൾ വലിയൊരു സ്വീകരണമാണ് അവൾക്ക് ലഭിച്ചത്. പഴയതുപോലെ ചെറിയ ക്ലാസ്സിലല്ല, പകരം സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസുകളിലെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ചുമതലയാണ് അവൾക്ക് നൽകിയത്. സ്കൂളിലെ എല്ലാവരും ഇപ്പോൾ അവളെ ബഹുമാനത്തോടെയാണ് നോക്കിയിരുന്നത്. മനുഷ്യന്റെ വസ്ത്രത്തിലോ പണത്തിലോ അല്ല, മറിച്ച് അവരുടെ സ്വഭാവത്തിലും അറിവിലുമാണ് യഥാർത്ഥ മൂല്യം ഇരിക്കുന്നതെന്ന് ആ സ്കൂളിലെ എല്ലാവരെയും പഠിപ്പിക്കാൻ ലക്ഷ്മിക്ക് കഴിഞ്ഞു. അവൾ തന്റെ പുതിയ പദവിയിൽ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കുട്ടികളെ പഠിപ്പിച്ച് മുന്നോട്ടു പോയി.